വേനൽക്കാലത്തെ കടുത്ത ചൂടിന് ശേഷം ഇന്ത്യയിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നൊരു പ്രത്യേക സുഗന്ധം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മണത്തിന് സയൻസ് ലോകം വിളിക്കുന്ന പേരാണ് പെട്രിക്കോർ. എന്നാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഈ മണം ഇത്രയധികം വശ്യമാകാൻ എന്താണ് കാരണം? ഇതിനു പിന്നിൽ ശാസ്ത്രവും പ്രകൃതിയും പിന്നെ ചുട്ടുപഴുത്ത മണ്ണും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്. ഇന്ത്യയിലെ കഠിനമായ വേനൽക്കാലത്ത് ചെടികൾ അവയുടെ വിത്തുകൾ ഉണങ്ങിപ്പോകാതിരിക്കാൻ മണ്ണിലേക്ക് ചില പ്രത്യേക എണ്ണകൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇതേ സമയത്ത് മണ്ണിലുള്ള ആക്ടിനോമൈസെറ്റ്സ് എന്ന ബാക്ടീരിയകൾ ജിയോസ്മിൻ എന്നൊരു ഘടകവും മണ്ണിൽ നിറയ്ക്കുന്നു. ഒടുവിൽ കാത്തിരുന്ന കാലവർഷം ചുട്ടുപഴുത്ത മണ്ണിലേക്ക് പെയ്തിറങ്ങുമ്പോൾ മൺതരികൾക്കിടയിൽ ചെറിയ വായുകുമിളകൾ ഉണ്ടാകുന്നു. ഈ കുമിളകൾ പൊട്ടുമ്പോൾ മണ്ണിലെ ഈ എണ്ണകളും ജിയോസ്മിനും വായുവിലേക്ക് പടരുകയും അത് നമ്മുടെ മൂക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് ഈ മണം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. വായുവിൽ ഇതിന്റെ ചെറിയൊരു അംശം ഉണ്ടായാൽ പോലും നമ്മുടെ മൂക്കത് തിരിച്ചറിയും. എന്നാൽ ഇന്ത്യക്കാർ ഈ മഴമണത്തെ വെറും ഒരു അനുഭൂതിയായി മാത്രം നിർത്തിയില്ല. ഉത്തർപ്രദേശിലെ കനൌജ് എന്ന സ്ഥലത്തുള്ള സുഗന്ധദ്രവ്യ നിർമ്മാതാക്കൾ നൂറ്റാണ്ടുകളായി ഈ മഴമണത്തെ കുപ്പികളിലാക്കി സൂക്ഷിക്കുന്നുണ്ട്. ചൂടിൽ ഉണങ്ങിയ കളിമൺ കട്ടകൾ പ്രത്യേക രീതിയിൽ വേവിച്ചെടുത്ത് അതിൽ നിന്നാണ് അവർ ഈ സുഗന്ധം ഉണ്ടാക്കുന്നത്. ഇതിനെ നിട്ടി അത്തർ എന്ന് വിളിക്കുന്നു, അതായത് മണ്ണിന്റെ സുഗന്ധം. അതുകൊണ്ട് ഇന്ത്യയിൽ മഴ പെയ്യുമ്പോൾ നിങ്ങൾ ശ്വസിക്കുന്നത് വെറും വെള്ളത്തിന്റെ മണമല്ല, അത് പ്രകൃതിയുടെ അതിജീവനത്തിന്റെയും ചുട്ടുപഴുത്ത മണ്ണിന്റെയും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെയും സുഗന്ധമാണ്. ഇങ്ങനെ അമേസിംഗ് സയൻസ് ആൻഡ് നേച്ചർ ഫാക്ട്സ് അറിയാൻ ഫോളോ ചെയ്യൂ.